കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present Onnanna Ruchi, co-powered by Gold Winner and Suntips. Special partner Amion, dairy partner Pairshi Milk Products, and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നൊരു രുചിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗംഭീര അതിഥിയുണ്ട്. നമുക്കിടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക സംഗീത ശ്രീകാന്താണ്. നമുക്ക് സംഗീതയെ ക്ഷണിക്കാം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ വർഷം അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു പ്രിവിലേജാണ് ടു ബി ഓൺ യുവർ ഷോ. കാരണം ലോകമെമ്പാടുമുള്ള ഭക്ഷണപ്രിയരായിട്ടുള്ളവർക്ക് താരമാണ് സാറ്. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുന്നൊരു വിഭവമാണ് അവിലുപ്പുമാവ്. അവിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഡിഷ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു ഡിഷായിരിക്കും. എളുപ്പത്തിലുള്ളൊരു ഡിഷാണ്, വളരെ ഹെൽത്തിയാണ്. സംഗീതയുടെ ഒരു സ്പെഷ്യൽ അവിൽ ഉപ്മാവ് കാണാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ. സംഗീത, അതേ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നിട്ടുണ്ട്. വെള്ള അവിൽ വേണമെന്ന് പറഞ്ഞ് സാധാരണ ഞാൻ വിചാരിച്ച് ബ്രൗൺ ആണ്, പക്ഷെ നിങ്ങൾക്ക് വെള്ള വേണമെന്ന് പറഞ്ഞ് വെള്ള തന്നെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. തേങ്ങ തിരിങ്ങി വെച്ചു, പച്ചമുളക്, ഇഞ്ചി, കടുക്, ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, ചുവന്നുള്ളി, ഉപ്പ്. വളരെ സിമ്പിൾ, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പം ഏതെങ്കിലും സമയത്ത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണെന്നൊക്കെയാണ് പറയുന്നത്. അമ്മ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് നോക്കാം. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം എന്താണ്? വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുക് അപ്പം പിന്നെ ഏറ്റവും ഈ പാടിയ കുറേ പാട്ടുകളൊക്കെ പാടി, അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആദ്യം ആ 2 വരി പാടി നമ്മുടെ പ്രേക്ഷകർ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോട്ട് ഈ കടുക് കറക്റ്റായിട്ട് പൊട്ടണം ഉപ്പുമാവിന്. അപ്പം ആ ഒരു സമയം കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ബാക്കി എൻ്റെ ഇഷ്ടമുള്ള ഞാൻ പിന്നീട് ചോദിക്കും. ആദ്യം സംഗീതയ്ക്ക് ഇഷ്ടപ്പെട്ട 2 വരി പാടും. എൻ്റെ ഒഫീഷ്യൽ ഹിറ്റ് എന്ന് പറയാവുന്ന 2 പാട്ടുകളാണ്. അതിലൊന്ന് ഒരു മുറി വന്ന് പാർത്തയ എന്നുള്ള ഫിലിമിൽ അരികിൽ പതിയെ എന്നുള്ള പാട്ടാണ്. അപ്പം അതിൻ്റെ 2 വരി പാടാം. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും ഗാനം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നില്ലീടം, മഴയേ ഇളവേലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ എണ്ണ ചൂടായിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ നമുക്ക് കടുക് ഇടാം. കൂടെ തന്നെ ഉഴുന്ന് ഒരു ക്രിസ്പി ഒരു ഇത് കിട്ടും, ബൈറ്റ് കിട്ടും. അടുത്ത നമുക്ക് ചെറിയുള്ളി ആവശ്യത്തിന്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, അസിഡിറ്റി തീരെ ഉണ്ടാവില്ല. ആവശ്യത്തിന്. ഇതൊക്കെ ആര് പറഞ്ഞു തന്നെയാണ്? ഇതൊക്കെ അമ്മയുടെ തന്നെ ഉപദേശങ്ങളാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും വെജിറ്റേറിയൻ ആണോ? അതെ, പ്യുവർ വെജിറ്റേറിയൻ. മുട്ട കഴിച്ചിട്ടുണ്ടോ? എഗ്ഗ് കഴിക്കാറുണ്ട് ഒക്കേഷണലി. പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ ഫുഡ് ഒരു പ്രശ്നമാവൂലോ. വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വെജിറ്റേറിയൻ, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഫുഡുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റേറിയൻ ഫുഡ് ഏതാണ്? ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണെങ്കിൽ? എനിക്ക് സത്യത്തിൽ ചോറും തൈരും കുറച്ച് ഉപ്പും ഇട്ട് ചിപ്സും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്കിങ്ങനെ വിഭവസമൃദ്ധമായ ഊണിനേക്കാളും ഇഷ്ടം ഇങ്ങനെ, പ്രത്യേകിച്ച് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കൊതിയാവും വീട്ടിൽ വന്നിട്ട് ചോറ് വെച്ചിട്ട് തൈരും കൂട്ടി. കേർഡ് റൈസ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഈ നമ്മൾ ഈ പുറത്തു പോയിട്ട് കേർഡ് റൈസിൽ പലതും ഇടും, അങ്ങനെയൊന്നും വേണ്ട. കായ വറുത്തതുണ്ടെങ്കിലും ഓക്കെ. ഇന്നാണ് ഇവിടെ ഇതിനു മുമ്പ് വന്ന ഒരാൾ പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ ചോറിനകത്ത് മിക്സറൊക്കെ ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. മിക്സറും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പുതിയ പുതിയ കോമ്പിനേഷൻസ് ആണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് പച്ചമുളക് മൂത്തു അതിന്റെ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും ആ ഉഴുന്നും കൂടെ മൂത്ത് വരുമ്പോ ഉണ്ടാവുന്ന ഒരു നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ.
ഇതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ഒരു കപ്പ് എന്നുള്ള സങ്കല്പത്തിലാണ്. അധികം നേരം സോക്ക് ചെയ്യാൻ പാടില്ല. 2 മിനിറ്റ് ആവും അല്ലേ? 2 മിനിറ്റ്. അതിന്റെ കൂടെ കാരണം 2 മിനിറ്റ് കൂടുതൽ സോക്ക് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു പൊടിക്കൈയും കൂടി ഉണ്ട്. നമ്മള് നാളികേരം ചിരകി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് ഇപ്പം തന്നെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ അത് നല്ലോണം ഫ്രൈ ആവും. അതിന്റെ ഒരു ഫ്ലേവറും കൂടി നമുക്ക് ഇതിലേക്ക് കിട്ടും. ഫ്രൈ ആയ നാളികേരത്തിന്റെ ഞാൻ തൽക്കാലം ഇപ്പോൾ ഇതിലേക്ക് ഇടാണ്. ബ്രൗൺ അവിലും വെച്ച് ഉണ്ടാക്കാട്ടോ. വീട്ടിൽ ഇതുപോലെ കലാകാരന്മാർ അല്ലെങ്കിൽ സംഗീതം ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതോ ആദ്യത്തെ ഫാമിലിയിൽ അങ്ങനെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തത് ഞാൻ മാത്രമാണ്. ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരാണ് ഇതിനെയൊക്കെ ഇൻസ്പയർ ചെയ്ത്? അമ്മ, അച്ഛൻ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഒരു ഇതിനോടൊരു അഭിനിവേശം ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജും കൂടിയാണ്. അതെ അതെ അതെ, അങ്ങനെ ജി കേരളമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധമാണ് എനിക്ക്. അപ്പം അവിലൊക്കെ കൃത്യമായിട്ട് കുതിർന്നു വന്നു. എനിക്കൊന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ ആയി. വെള്ള അവിലായതുകൊണ്ട് നമുക്ക് തേങ്ങയും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് മഞ്ഞപ്പൊടി അങ്ങനെ ഒന്നും വേണ്ട, നല്ല സ്വാഭാവികമായതാണ്. ഉപ്പ് മാത്രം മതി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. തീ കുറച്ച് വെക്കണം. അത് ഓഫ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് ഇത് കുക്കായി അല്ലേ? കുക്കായി. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി നാളികേരം ആഡ് ചെയ്താൽ റെഡി. ഓക്കെ, ഇനിയാണ് വിശേഷങ്ങളൊക്കെ പറയേണ്ടത് ബാക്കിയുള്ള. അപ്പോൾ വീട്ടിൽ ഓൾറെഡി ഒരു ഫിലിം ഡയറക്ടർ അല്ലേ? അപ്പോൾ എബി എന്ന മൂവിയുടെ കാര്യം നമുക്കറിയാം. അതുപോലെ മകൻ, അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് പറയും. ഇല്ല, അവൻ അച്ഛൻ്റെ വഴിയാണ്. അവൻ ആനിമേഷൻ, 3D ആനിമേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബിഹൈൻഡ് ദി ക്യാമറ, സിനിമയുടെ പിറകിലെ കാര്യങ്ങളൊക്കെ വലിയൊരു VFX അല്ലെങ്കിൽ ഐഡിയ ഒക്കെ ഇപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട് അവൻ. സംഗീതയുടെ പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? പുതിയതിപ്പോൾ ഒരു തമ്പാശി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഇറങ്ങാനുണ്ട്. ഒരു 4-5 കുഞ്ഞു പടങ്ങൾ, ദ്രൗപദി എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 ഫിലിംസ് ഇറങ്ങാനുണ്ട്, പാടി വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റുകൾ ഇറങ്ങാനുണ്ട്. ഇപ്പം നിങ്ങളൊരു ബ്രാഹ്മണ കുടുംബമൊക്കെയാണ്, പ്യുവർ വെജിറ്റേറിയൻ ഒക്കെയാണ്. അപ്പോൾ ഈ നോൺ വെജ്, അപ്പോൾ ചെറുപ്പകാലം പോലെ നമ്മൾ വെജിറ്റേറിയൻ ഡേ 1 മുതൽ കാണുന്നു. അപ്പോൾ ഈ മീനോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കഴിക്കാനുള്ള ഒട്ടും ആഗ്രഹം വരില്ല, അല്ല അങ്ങനെയൊക്കെ ആഗ്രഹം വന്നിട്ടുണ്ടോ? ഞാൻ കഴിച്ചിരുന്ന ആളാണ്, പിന്നെ ഞാൻ നിർത്തിയതാണ്. വീട്ടിലോ അതോ വെളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ കഴിച്ചിരുന്ന ആളാണ്. അപ്പൊ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തൈരും ഇതൊക്കെ ആണെങ്കിലും സാധാരണ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന എന്ത് തരം നമ്മുടെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന കറികൾ എന്തൊക്കെയാണ്? സാധാരണ കൂട്ടാൻ, തോരൻ, ചോറ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇഡ്ലി, ദോശ, അതൊക്കെ തന്നെ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇന്നത്തെ തേങ്ങ ഇടേണ്ട സമയമായോ? ഉപ്പിട്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെള്ള ഉപ്മാവാണ്. അധികം സ്പൈസസ് ഒന്നുമില്ല. പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. നാളികേരമുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ എരിവൊന്നും അധികം അല്ലെങ്കിൽ എരിവോ അല്ലെങ്കിൽ ഒരുപാട് സ്പൈസ് ഒന്നും ഇല്ല. അതിൻ്റെ സ്വാഭാവികമായ നിറമാണ്. ആ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് അതിൻ്റെ ആ കളർ ഒരു ഗോൾഡൻ കളറായിട്ട് ആ ഉപ്മാവിനകത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ വേറെയും കുറേയൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും ഇത് ഇല്ലേ? ശരിയാണ്. അപ്പോൾ നമുക്ക് സംഗീതയുടെ അവിലുപ്മാവ് നമ്മൾ ഉപ്മാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ റവയോ അല്ലെങ്കിൽ വെമ്മസിലിയൊക്കെ വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കും, തടുക്കയൊക്കെ അടിച്ച്. ഇത് വളരെ സിമ്പിളാണ്. 1 മിനിറ്റ് സോക്ക് ചെയ്തു. ജസ്റ്റ് വെളിച്ചെണ്ണയ്ക്കകത്ത് അതിൻ്റെ കടുകും ഉഴുന്നും ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് തേങ്ങാപ്പീര നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. അതിലേക്ക് ഈ സോക്ക് ചെയ്ത അവിലിട്ടു. അതിനുശേഷം ഒന്ന് കുക്കായിട്ട് അതിൻ്റെ കറക്റ്റ് ഉപ്പൊക്കെ ആയതിനു ശേഷം വീണ്ടും കുറച്ചുകൂടെ നാളികേരം ഇട്ടിട്ട്, അപ്പോൾ അതിനകത്ത് 2 ടെക്സ്ചറാണ് തേങ്ങയുടെ. ഓൾറെഡി ഒരു റോസ്റ്റഡ് തേങ്ങയുടെ രുചിയും പച്ച തേങ്ങയുടെ രുചിയും കൂടെ വരുമ്പോൾ ഞാൻ ആ രുചി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഇവരിത് അടിച്ചോണ്ടാ വെക്കുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് കണ്ട ഇതിനകത്ത് ആ കളർ നമുക്ക് ആ നാച്ചുറലി കാണുന്ന കളർ വെള്ള അവിലാണ്. അതിനകത്ത് തേങ്ങയുടെയും അല്ല ചെറിയ ഉള്ളിയുടെ ഒക്കെ കുക്കായിട്ട് ഡിഫറെന്റ് കളറാണ്. ബ്രൗണിഷ് എല്ലാം ആപ്പിറ്റൈസിങ് ആയിട്ടുള്ള അതിൻ്റെ കൂടെ നല്ല മണം. നമുക്ക് കഴിക്കുമ്പോൾ ആ ഫ്ലേവേഴ്സ് എല്ലാം കിട്ടും. ഇഞ്ചി, പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ, അതിൻ്റെ ഇടയ്ക്ക് ആ ഉഴുന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബൈറ്റ്, പിന്നെ വളരെ സോഫ്റ്റായ അവല്. കഴിച്ചു നോക്കൂ, അടിപൊളിയാണ്.
സമ്മാനത്തിൻ്റെ സമയമായിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു 10-20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടിംഗ് ആയിട്ട് നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ട് ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനകത്തൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം. ഇതിപ്പോൾ ചിക്കനകത്ത് നല്ല ഒരു ജ്യൂസി ആയിട്ടിരിക്കുന്ന ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ട് ആ ജലാംശമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളം ഒഴിക്കാത്തത്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാറ്റർ, ആ കോൺഫ്ലവറോ മൈദയോ കൂടുതലായിട്ട് തോന്നിയാൽ ലേശം വെള്ളം ഒഴിക്കാം. ഇതിനകത്തിപ്പം എനിക്ക് തോന്നുന്നത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. നോർമൽ വെളിച്ചെണ്ണയിലൊന്നും ഒഴിച്ചാൽ ഇതൊന്നും ഈ ചൈനീസ് ഫുഡിനൊന്നും ടേസ്റ്റ് നമ്മുടെ വ്യത്യാസമാകും. അപ്പം സൺഫ്ലവർ ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ മറിനേറ്റ് ചെയ്ത് 10 മിനിറ്റ്സിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാകാം. അപ്പം ചിക്കൻ നന്നായിട്ട് മറിനേറ്റ് ആയിട്ടുണ്ട്. എണ്ണയും നമ്മൾ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. എപ്പോഴും ചൂടായ എണ്ണയിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓരോരോ പീസായിട്ട് ജസ്റ്റ് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കണം. സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടാകുമ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഗാർലിക്കും ജിഞ്ചറുമാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് ചൈനീസ് ഡിഷിൻ്റെയൊക്കെ നമുക്കറിയാം ഏറ്റവും സ്വാദായിട്ട് വരുന്ന ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടായി നമുക്ക് ഇഞ്ചി, കുറച്ച് ഗാർലിക് ജസ്റ്റ് ഒന്ന്, സവാള ക്യൂബ്സ് ആയിട്ടരിഞ്ഞ് ചെറിയ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് സവാള സോട്ട് ചെയ്തത്, ക്യാപ്സിക്കം 2 കളറിലുള്ളത്,
ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിനാവശ്യമായ വീണ്ടും നമ്മൾ സ്പൈസ് ആഡ് ചെയ്തത് ബ്ലാക്ക് പെപ്പറാണ്. നമ്മുടെ എരിവിനനുസരിച്ചുള്ള ബ്ലാക്ക് പെപ്പർ ഇട്ടു. ആവശ്യമുള്ള ഉപ്പിട്ടു. ലേശം ചില്ലി പേസ്റ്റാണിത്. ചില്ലി പേസ്റ്റ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ലേശം ചില്ലി സോസ് ഇട്ടു. വീണ്ടും നമ്മൾ ഈ ചൈനീസിൻ്റെ എല്ലാത്തിനും ടേസ്റ്റിനെ മാറ്റുന്ന സാധനമാണ് ഈ ഡാർക്ക് സോയാ സോസ് എന്ന് പറഞ്ഞാൽ. സോയാ സോസ് നിങ്ങളുടെ കളറിന് ആവശ്യാനുസരണം സോയാ സോസും ചേർത്തു. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് ചില്ലി ചിക്കൻ ഡ്രൈ വേർഷനാണ്. ഇനി ഗ്രേവി ആയിട്ടാണ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബോണും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചിക്കൻ്റെ ബോണും വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇത് സോസായിട്ട് വരുന്നത്. ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ട് കഴിക്കാൻ താല്പര്യമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ലേശം അതിനെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കണക്കുള്ള നല്ല കുഴമ്പ് പരുവത്തിലുള്ള ചൂടായിട്ട് കിട്ടും. ഇത് ഡ്രൈ വേർഷനാണ്. ഇനി ആ ഒരു ഗ്രേവിയുടെ പരുവത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളത്തിന് പകരം ശരിക്കും ചിക്കൻ്റെ സ്റ്റോക്കാണ് ഒഴിക്കേണ്ടത്. ഇനി അത് ഗ്രേവിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുകയാണ്. ഈ വെള്ളത്തിൽ ഇത് കുക്കാവും. അതിനെ ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലേശം ഒഴിച്ച് ഈ കോൺഫ്ലോറും വെള്ളവും കൂടെ കലക്കിയതാണ്. അതിലൂടെ കുറച്ച് സെല്ലറിയുടെ ഇലയാണ്, അതിനോടൊപ്പം സെല്ലറിയുടെ തണ്ടാണ്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്, നല്ല ഫ്രഷ്ലി ഉള്ള സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ഇതിനോടൊപ്പം അരിഞ്ഞ് ചേർക്കണം. ചില്ലി ചിക്കൻ റെഡിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് പനീറോ അല്ലെങ്കിൽ ഈവൻ മട്ടനോ ബീഫോ ഇതൊക്കെ ഫ്രൈ ചെയ്ത് ആ ഫ്രൈ ചെയ്യുന്ന ടെക്സ്ചറാണ് മാറുന്നത്. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതേ ബാറ്ററിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോളിഫ്ലവർ ആണെങ്കിൽ കോളിഫ്ലവർ വെച്ച് ചേർക്കാം. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് മഞ്ചൂരിയൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വീട്ടിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ഗ്രേവി ടൈപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കുറച്ചുകൂടെ സോസിയാക്കി വെക്കാം. ആ സോസിനെ തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ കലർത്തിയ വെള്ളം ചേർത്ത് നമ്മൾ തിക്കാക്കി. ഇതൊരു ഡ്രൈ ഡിഷാണ്. ഭയങ്കര രസമായിട്ട് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രൈ ഒരു സ്റ്റാർട്ടർ ടച്ചിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കോക്ടെയിലോ വൈനൊക്കെ ചേർത്ത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കഴിക്കാം. അല്ല ഈവനിങ് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാം. വളരെ ഈസി. ഒരു 10 to 15 minutes ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം അരിഞ്ഞു വെക്കാനുള്ള ഒരു അരമണിക്കൂർ ടൈം എടുത്തിട്ട് ഒരു 15 minutes കുക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ 1 hourൽ അമേസിംഗ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ റെസിപ്പി വെച്ച് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.